വെൽക്കം ടു ചാനൽ. നമ്മളെങ്കിൽ ഇന്ന് പേപ്പർ ക്ലാസ് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം തന്നെ ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക. ഇതുപോലത്തെ സ്ക്വയർ, നല്ലൊരു സ്ക്വയർ പേപ്പർ. അല്ലെങ്കിൽ അത് അങ്ങനത്തെ പേപ്പർ ഇല്ലെങ്കിൽ A4 സൈസ് പേപ്പർ അങ്ങ് കട്ട് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. കാണിക്കാമേ. എന്നിട്ട് ഇതുപോലെ എല്ലാവരും കണ്ടല്ലോ, ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എന്നിട്ട് താഴെ ഇതുപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കാണിക്കാമേ. നേരത്തെ തൊട്ട് നോക്കിക്കോ, കണ്ടാ താഴെ ഫോൾഡ് ചെയ്യാൻ ഇച്ചിരി ഒരു പാടുണ്ട്. എന്നാലും നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്യേ വേണ്ടേ. അപ്പോൾ താഴെ ചെറുതായിട്ട് ഫോൾഡ് ആയാലോ. ഇതുപോലെ ഉണ്ടാ, ഇതിങ്ങനെ അടച്ചാൽ മതി. പിന്നെ ഇത് നേരെ ഫോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മേളിലോട്ടാക്കിയാൽ മതി. വേണ്ടേ, താഴത്തെ ഭാഗം മേളിലോട്ടാക്കണം. ഈ ഭാഗം പിടിച്ച് ഇങ്ങനെ മേളിലോട്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വെക്കുക. കണ്ട, ഇതാണെങ്കിൽ ഇങ്ങോട്ട് വെക്കുക. വേണ്ടേ, ഇതിങ്ങനെ ക്രോസ് ചെയ്യണം. വേണ്ടേ, ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കാണാമല്ലോ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഒന്നുകൂടെ ക്രോസ് ചെയ്യുക. അതുപോലെ അത് കഴിഞ്ഞ് ഇത്രയും പേപ്പർ ബാക്കി കിട്ടില്ലേ, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അതും ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇവിടെ ഗ്യാപ്പ് കാണത്തില്ല, ഈ ഗ്യാപ്പ്, ആ ഗ്യാപ്പിലോട്ട് ഇങ്ങനെ ഇടുക. ഇട്ട് വെച്ചാൽ മാത്രം മതി. ഇത് ലോങ് വീഡിയോ ആക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ ഡെനീറ്റയുടെ, എൻ്റെ അനീറ്റ ഇല്ലേ, ഡെനീറ്റ, അവളുടെ ഒരു ബോട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇപ്പം തന്നെ ഇടാം. നമ്മൾ കേട്ടിട്ട് അവൾ ഇടാൻ പോവാണേ. അങ്ങനെ നമ്മൾ അത് കേട്ട് വെച്ചിട്ട് കുറച്ച് അമ്മയ്ക്ക് കൊടുത്താൽ മതി. നമ്മളുടെ പേപ്പർ ക്ലോസ് ഇവിടെ റെഡിയായി. മോനെ നിബുണ്ട് ബലൂണൊക്കെ പൊട്ടിക്കാം. അടുത്ത ഡെനീറ്റയുടെ വീഡിയോ എടുത്ത് വാ. എൻ്റെ ഉണ്ടാ ഡെനീറ്റ നീ ഒരു ബോട്ട് ഉണ്ടാക്കാൻ പോവാണ് അല്ലേടി? ആ, ഹായ് റാണി. ഹായ് 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 ഹായ്. ഡെനീറ്റയുടെ ഒരു ബോട്ട് വീഡിയോ ആണ് ഇത്. സ്റ്റാർട്ടിങ് കൂടി അവൾ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ബുക്കൊക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ ആദ്യം ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നെക്കി കൊടുക്കണം അല്ലേ, നെക്കി കൊടുക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇതേ കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇപ്പം അപ്പാക്കി കാണിക്കാം. ഇങ്ങനെ ഫസ്റ്റ് എന്നിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കണം. ആ, അതുപോലെ ഒന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ, കണ്ടായിരുന്നോ? അതുപോലെ വെച്ചില്ലേ, അതുപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ കൂട്ട് ഇങ്ങനെ വെച്ചിട്ട് മേളത്തെ ഭാഗം ഇവിടെ ഒന്നും തുറക്കാൻ പറ്റില്ലല്ലോ, ആ ഭാഗം നമ്മൾ ഇങ്ങനെ വെക്കുക. നേരത്തെ ചെയ്യാം. അങ്ങനല്ല, ഇങ്ങനെ ഇത് ഇത്രയും ചെറുതാക്കി കൊടുക്കണം. ഓക്കെ, അതുപോലെ ഡെനീറ്റ ചെയ്തിട്ടുണ്ട്. ഇന്നൊന്ന് കാണിച്ചേ, അവരൊന്ന് കാണിച്ചേ. ഇങ്ങനെ എടുത്തിട്ടുണ്ട് അവൾ. ബാക്കി താഴത്തെ ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കണം. അടുത്ത ഇവിടെ ചെയ്യുന്ന ബാക്ക് എടുക്കണം. അതുപോലെ ചെയ്യണം. ഫ്രണ്ട് ഭാഗം ചെയ്യുന്ന പോലെ ബാക്കും ചെയ്യണം. എന്നിട്ട് ഇവിടെ ഹോൾ ഉണ്ടാവും, അത് ഇങ്ങോട്ടൊന്ന് മടക്കണം. കുറച്ച് പാടല്ലേ, ഇച്ചിരി പാടാ. എന്നാലും ഇവൾക്ക് ഉണ്ടാക്കാൻ അറിയാം അല്ലേ? ഇവളുണ്ടാക്കാറൊക്കെ ഉണ്ട്, ഇടയ്ക്ക് പേപ്പർ വെച്ച് ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അവരെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എങ്ങനെയാണ്. ഇവിടെ പിടിച്ച് ഇതായിട്ട് ഇങ്ങനെ വന്നില്ലേ, ആ വണ്ണേൻ്റെ അകത്തൂന്ന് ഇങ്ങനെ വന്നില്ലേ, അപ്പോൾ ഈ വന്നതിൻ്റെ അകത്തുനിന്ന് താഴോട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ പേപ്പർ കിട്ടിയോ? കാണിച്ചേ. സ്ക്വയർ പേപ്പർ കണ്ട, ഇതുപോലെ സ്ക്വയർ പേപ്പർ ഉണ്ട്. കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ള ആ പേപ്പർ ആക്കി കാണിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്ന ഭാഗത്തുനിന്ന് നമ്മൾ
അതുപോലെ ഒന്നുകൂടെ മണ്ടയ്ക്കോട്ട് ഫോൾഡ് ചെയ്യുക. കണ്ടോ എങ്ങനെയാന്ന് ഒന്നുകൂടെ കാണിച്ചു കൊടുക്ക് അവർക്ക് പൊക്കിയിട്ട് ഇങ്ങോട്ട് എന്നിട്ട് ഇതേ കാണിച്ചു കണ്ട ഈ ഭാഗം പേപ്പർ പൊക്കിയിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഈ ഭാഗം ചെയ്യുന്ന ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റും ചെയ്യുക. ഇവിടെ ഈ ഭാഗം എത്തുമ്പോൾ എല്ലാവർക്കും കുറച്ച് പാടൊക്കെ ആയിരിക്കും. എനിക്കും പാടാ ആ ഭാഗമൊക്കെ എത്തുക. എൻ്റെ സ്കൂൾ വെക്കേഷൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നല്ലോ നിങ്ങൾ? ഞാൻ ഓടി വരുന്നത് ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഒന്ന് റീ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ അതിന്റെ ബാക്ക് ഒന്നുകൂടെ മേളിലോട്ട് പൊക്കി ഇങ്ങനെ മടക്കണം. കണ്ടല്ലോ. അതുപോലെ ഇവിടെ ഒരു കിടത്തി ഉണ്ടാവും, കുരി എന്നിട്ട് അതുപോലെ നേരത്തെ കുട്ടി അത് വലിയ മാസ്ക്, ഇത് കുഞ്ഞു മാസ്ക് അല്ലേ? ഇനി ഏറ്റവും കുഞ്ഞു മാസ്ക് വരും. എന്നിട്ട് അതുപോലെ നേരത്തെ അതുപോലെ ചെയ്യുന്ന പോലെ ഒന്നുകൂടെ ചെയ്യണം. അപ്പൊ 2 ഗ്യാപ്പ് വേറെ ഇങ്ങനെ കാണിച്ചു ഇതേണ്ട ഇതുപോലൊക്കെ വരും. അപ്പൊ 2 ഗ്യാപ്പ് ഇവിടെയും വരും, 2 ഗ്യാപ്പ് ഇങ്ങനെ വരും, ഇവിടെയും വരും, പിന്നെ ഇവിടെയും വരും 2 ഗ്യാപ്പ്. അതൊന്നും ചെയ്യണ്ട. അത് വീണ്ടും ഒന്നുകൂടെ തുറക്കുക. അതുപോലെ നേരത്തെ ചെയ്യുന്നതുപോലെ അത് കുഞ്ഞിതാക്കി ചെയ്യുക. നീ അതുപോലെ ബാക്കും ചെയ്യണം. എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു കൊടുക്കാം. ഒന്നുകൂടെ കാണിക്കാം. മേളിലോട്ട് നോക്കി കൊടുക്കും. വേണ്ടേ കണ്ടോണേ? ഇനി ഇവിടെ വെച്ച് മേളിലോട്ട് അവർക്ക് കാണിച്ചുകൊണ്ട് നോക്കി. കണ്ടാ ഒന്നുകൂടെ കാണിക്കാം. ഇത് ഇങ്ങനെ ഇരിക്കല്ലേ, മേളിലോട്ട് നോക്കി വെക്കാം. എന്നിട്ട് ബാക്ക് ഭാഗം അതുപോലെ ചെയ്യണം. ബാക്കും അതുപോലെ ചെയ്യുക. അപ്പൊ വീണ്ടും അതുപോലെ ഒരു ഹോളൊക്കെ ഉള്ള സ്ഥലമായി. കണ്ടോ? ഹോൾ അതുപോലെ ഒന്നുകൂടെ ചെയ്യണം. അതുപോലെ ഒന്നുകൂടെ ഒരു പ്രാവശ്യമോട് ചെയ്യണം. അത് കണ്ടിട്ട് കുറച്ച് ചെറിയൊരു പരിപാടിയോടെ ഉണ്ട്. കരിയാറായില്ലേ? കരിയാറായി. ഇപ്പൊ അടക്കാൻ വേണ്ടിയുള്ള പാടാ നിങ്ങൾ കാണുന്നേ. ഇത് കുഞ്ഞിതായ കുറച്ച് മടക്കാനൊക്കെ ഇച്ചിരി പാടല്ലേ? ഇങ്ങനെ ആകണം. ഇങ്ങനൊക്കെ ഒന്നുകൂടെ കാണിച്ച വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് അതുപോലെ കുഞ്ഞിതാക്കി ഒന്നുകൂടെ ചെയ്യുക. എന്നിട്ട് ബാക്കും അതുപോലെ ചെയ്യുക അല്ലേ? കണ്ടാ ബാക്കും അതുപോലെ ചെയ്യുക. ഓ കുറേ പാടാ. അവിടൊക്കെ ആകുമ്പോൾ നല്ല പാടം ഉണ്ടാവും. അപ്പം വീണ്ടും ഒരു ഹോളൊക്കെ വന്ന് വീണ്ടും ഒരു ഹോൾ വന്നു. നല്ല കട്ടിയുള്ള ഒരു ഹോളാണ്. ചെറുതായിട്ടൊക്കെ കീറിയിട്ടുണ്ടേ പേപ്പർ. നല്ല പാടാം. ഓക്കെ, ഇനി നമ്മൾ അത് മേളിലോട്ട് ഇങ്ങനെ പൊക്കുക. കണ്ടാ ബോട്ട് റെഡിയായി. നേരെ ഫോൾഡ് ഇച്ചിരി കീറിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാനത് പൊക്കി കാണിക്കാം. എല്ലാവർക്കും പൊക്കി കാണിക്കാം. ഓക്കെ, വാട്ടർ ഇസ് റെഡി. ഇതാണ് നമ്മുടെ ബോട്ട്. ഇച്ചിരി കീറിയിട്ടുണ്ടേ. നിങ്ങൾ കീറാതെ ചെയ്താൽ മതി. ഇതാണ്ട് ഇവിടെ ഇച്ചിരി ഹോളുണ്ട്. നിങ്ങളത് കീറാതെ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ബോട്ട് റെഡി. മരമൊക്കെ ആകുമ്പോൾ അങ്ങ് മെയ് മാസമൊക്കെ ഏപ്രിൽ മാസമായിട്ട് നിങ്ങളുടെ ഗ്യാസൊക്കെ കിട്ടിയില്ലേ? ഗ്യാസിൻ്റെ കാര്യമൊക്കെ ഇപ്പോഴും പോക്കാം. അപ്പം ടാറ്റാ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഒക്കെ ഇനി വേറെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്ത് വീഡിയോ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ വേറെ സെക്കൻഡ് ചാനലില്ലേ ഈ സെയിം നെയിമൊക്കെ ഉള്ള ആ സെക്കൻഡ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആകെ 6 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതെൻ്റെ പുതിയ ചാനലായതുകൊണ്ടാണ്. നിങ്ങൾ ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ. വാടി ടാറ്റാ ടാറ്റാ.